ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര ടയേർഡായിട്ട് നിൽക്കുകയാണ്. ഒന്നുമില്ല, പീരീഡ്സിൻ്റെ ടൈമാണ്. അപ്പോൾ പീരീഡ്സിൻ്റെ ടൈമിന് എനിക്ക് കുറച്ച് പെയിൻ അധികമാണ്. ഭയങ്കര വയറുവേദനയായിരിക്കും. വളരെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ദിവസങ്ങളാണ് എനിക്കത്. അപ്പോൾ അതിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഫുൾ ടൈം തന്നെ ഉണ്ട് അതിൽ കിടത്തം തന്നെയാണ്. അപ്പോൾ പിള്ളേരൊക്കെ ക്ലാസ്സിൽ പോയതാണ്. ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പം മെല്ലെ എഴുന്നേറ്റ് പോയിട്ട് ചോറും കറിയൊക്കെ വെച്ചു. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വേണം അവർ അന്നപ്പോഴേക്ക് എത്തും. അപ്പോഴേക്ക് ചോറും ഒക്കെ കഴിക്കണം. ഭയങ്കര ക്ഷീണം എന്ന് വെച്ചാൽ കിടക്കാൻ എഴുന്നേൽക്കാനേ പറ്റുന്നില്ല. ചിലർക്കൊക്കെ പീരീഡ്സ് ആണ് എന്നൊക്കെ പറയാൻ ഭയങ്കര വലിയ ബുദ്ധിമുട്ട് പോലെയൊക്കെയാണ്. പക്ഷെ അതൊന്നും നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് കാണേണ്ട ആവശ്യമില്ല. എല്ലാ സ്ത്രീകളും മാസാമാസം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ ഒന്ന് തന്നെയാണിത്, വയറുവേദന എന്ന് പറയുന്നത്. ചിലർക്കത് കുറച്ചായിരിക്കും, ചിലർക്കത് കഠിനമായിരിക്കും. എനിക്കെന്തോ സർജറിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പെയിനിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ട്. പക്ഷേ ഇതുവരെ ചെയ്യാനൊന്നും പോയിട്ടില്ല. സർജറി ആയിട്ടല്ല, ചെറിയ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടെങ്ങാണ്ട് പോരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇത്ര ടയേർഡ്. ഇതുവരെ കിടന്നതാണ്. ഇപ്പം സമയം എന്താണെന്നറിയോ? സമയം 4:15. ഇതുവരെ കിടന്നതാണ്. അപ്പം പിള്ളേരിപ്പോൾ ക്ലാസ്സിട്ട് വരുന്ന സമയത്ത് 2 പേരും അവശതയോടുകൂടെ വരും. ഒന്നാമത് എക്സാമാണ്, ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് കഴിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കാൻ വേണം. അപ്പം ഞാൻ പലഹാരമൊന്നും ഉണ്ടാക്കാനുള്ള ശേഷി എനിക്കില്ല. ചോറും കറിയൊക്കെ ആക്കി വെച്ചു. അപ്പോഴേക്കും അവർ വരുമ്പോഴേക്കും ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി നിൽക്കട്ടെ, എന്നിട്ട് വേണം എനിക്കും ഭക്ഷണം കഴിക്കാൻ. ഞാനും ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. വീട്ടിലാരും ഇല്ലാത്തത് കൊണ്ട് കുക്ക് ചെയ്യാനും ആരുമില്ല. എൻ്റെ ഉമ്മ കൂവപ്പൊടിയൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് കാച്ചി കുടിക്കാൻ പറഞ്ഞിട്ട്. പക്ഷേ ഇതുവരെ ഞാൻ കുടിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇന്ന് എഴുന്നേറ്റ് കുളിച്ചൊന്ന് ഫ്രഷായി നോക്കട്ടെ. അപ്പം തന്നെ പകുതി മുക്കാലും അസുഖം മാറും. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം. ഓക്കെ, ബാക്കിയൊക്കെ വയ്യ കേട്ടോ. അങ്ങനെ കുളി കഴിഞ്ഞു ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു ലുക്കൊക്കെ ഒന്ന് മാറ്റാം. കാരണം ഒന്നാമത് ടയേർഡാണ്. ആ ടയേർഡൊക്കെ ഒന്ന് മാറണമെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് ചേഞ്ച് ആവണ്ടേ. അപ്പം ഞാൻ മനസ്സൊക്കെ ഒന്ന് മാറ്റാമെന്ന് കരുതി ഷെൽഫ് വലിച്ചിട്ട് കാണുമെന്ന് എനിക്കറിയില്ല. കട്ടാക്കിയിട്ട് ഇതാണ് ഷെൽഫ് വരുന്നത്. ഇത് ഡയമണ്ടിൻ്റെ ഒരു മാല, ഈ ഒരു മാലയാണ് നമുക്ക്. പിന്നെ ഇതൊന്നും എടുക്കാം, വേറെ ഒന്നുമില്ല ടൈല്. പിന്നെ ഡ്രസ്സൊക്കെ. അപ്പോൾ അതേ ഗോൾഡിൻ്റെ ബോക്സൊക്കെ എടുത്ത് ഒരു മേക്ക് ഓവർ തന്നെ അയക്കാമെന്ന് കരുതി. അതല്ലേ നല്ലത്. ആദ്യം ജസ്റ്റ് ഒന്ന് കണ്ണെഴുതിക്കാളട്ടെ. കണ്ണെഴുതിയില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരുപോലെ. ഈ കാജലൊക്കെ എനിക്ക് ഹസ്ബൻഡ് വരുന്ന സമയത്ത് കൊണ്ടുതരുന്ന കേട്ടോ. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് എന്താ ഏലസ് എന്തെങ്കിലും എഴുതി കിട്ടിയതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് എഴുതി കിട്ടിയതൊന്നുമല്ല. ഇത് അരുണിൻ്റെ ഏലസാണ്. ഞാൻ എഴുതിച്ചിട്ട് കിട്ടിയതാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇതെവിടെയാണ് ഒരു ഭാഗം ഇത് ലോക്കായിരിക്കും എന്നുവെച്ചാൽ അവർ. അപ്പം അതേ ഏലസ് അയച്ചു. ഇനി മാലയൊന്ന് മാറ്റിയിട്ടേക്കാം.
മാലേൻ്റെ മുകളിലേക്ക് ഇടാൻ കൊടുക്കണം. അപ്പോൾ ഏലസ് പറ്റൂല. അപ്പോൾ ഏലസിൻ്റെ വലിയ ചെയിൻ്റെ മുകളിലേക്ക് ആക്കണം. ഇതൊക്കെ റെഡിയാണോ എന്നൊന്ന് നോക്കുക. റെഡിയാണെങ്കിൽ ഇടുക. അപ്പം മാലയായി. ആ മൂഡ് ഓഫ് ഒക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുന്നത് കുഞ്ഞു കുഞ്ഞു വികൃതികളാട്ടോ. ഇനി വലിയ ഓർണമെൻറ്റ്സ് ബോക്സിൻ്റെ അകത്ത് എന്താണുള്ളത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ ഒരു വളയാണ്. ഇതെൻ്റെ മോളുടെ ഒരു വളയാണ്. നമ്മൾക്ക് എടുക്കേണ്ടത് ഇതിലാണ് കമ്മൽ. കുളിച്ച് വന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര ചൂട്. കുറേ ആയിട്ടോ കമ്മലിടാത്തത്. കേസിടാൻ പറ്റുന്നില്ല. മോളെ ഇത്തിരി ചുമൻ്റെ മരുന്നെടുത്ത് കുടിക്കേ. ഇട്ടോ ഒന്നിട്ടു. ഇനി അടുത്തത് ഇടണം. ഇതിൻ്റെ ആണി കുറച്ചുള്ളിൽ വെച്ച് മുറിഞ്ഞ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇടാൻ പറ്റുന്നില്ല. ഇതിലിട്ടിട്ട് അങ്ങനെ കമ്മലും മാലയൊക്കെ ചേഞ്ച് ചെയ്തു, കുളിച്ചു, വൃത്തിയായി. അങ്ങനെ നേരത്തെ ക്ഷീണമൊക്കെ ഇതിലോ പോയില്ലേ. ഇപ്പം ഞാൻ സുന്ദരിയായില്ലേ. ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തസുഖം വന്നാലും ഒന്ന് കുളിച്ച് ഒന്ന് ഒത്തിരി എന്താ പറയുക, മേക്കപ്പ് ചെയ്യണമെന്ന് പറയാനില്ല. ഞാനിപ്പോൾ കണ്ടില്ല, മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, കണ്ണ് എഴുതിയിട്ട് മാത്രമേ ഉള്ളൂ. ഒന്ന് ഉഷാറോടുകൂടി വന്നാൽ നമ്മളുടെ എല്ലാ അസുഖങ്ങളും അങ്ങ് മാറിപ്പോവും. അപ്പം അങ്ങനെയാണ്. ഇനിയിപ്പോൾ പോയിട്ട് ചോറുണ്ടണം. ഒന്നും കഴിച്ചിട്ടില്ല, പിള്ളേർ വന്നിട്ടുണ്ട്. ഇനി അവരുടെ കൂടെ ഒന്ന് ചോറും കൂടി കഴിക്കണം. അപ്പം ഇന്നത്തെ ഡേ ഇങ്ങനെ അങ്ങ് പോവും. ഓക്കെ, ഇനി ചോറ് നല്ലട്ടെ. അങ്ങനെ കുളിച്ച് കുട്ടപ്പിയായി ചോറ് കഴിക്കാനും. ഇത് രാവിലത്തേതാണോ രാത്രിയത്തേതാണോ ഉച്ചക്കത്തേതാണോ എന്ന് ചോദിക്കരുത്. സമയം 5 മണിയായി. ഇപ്പോഴാണ് ഫുഡ് കഴിക്കുന്നത്. അറിയാമല്ലോ, വയ്യാതെ ഉണ്ടാക്കിയായിരുന്നു. നല്ല ചൂട് വരയ്ക്കുന്ന ചോറ്, നല്ല കുടമ്പുളി ഇട്ടെന്ന് പറയാനില്ല, അയിലക്കറി, ചെറുപയറുപ്പേരി. നിങ്ങളൊക്കെ വിചാരിക്കും എന്താ എന്നും ചെറുപയർ വെക്കുന്നത്. മീൻ വറുത്തത്. എന്നും ചെറുപയർ വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ മകനും അരുണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെറുപയർ. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് വേറെ
വെച്ചാൽ അവർ കഴിക്കില്ല കേട്ടോ. അപ്പം അവരുടെ ഇഷ്ടപ്രകാരം അവർ കഴിച്ചോട്ടെ എന്നുള്ള ചെറുപയർ നല്ലതാണല്ലോ. അപ്പം അങ്ങനെയാണ്. ചൂടാണ് ഗൈസ്. ചാറൊക്കെ കൂട്ടി ഒരു ചായയും കുഴിയാവായിരുന്നു, മറന്നുപോയി. ഞാൻ വെച്ചത് കൊണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ്. ഇനി വിശന്നത് കൊണ്ടാണോ എന്നും അറിയില്ല. നല്ലോണം മോചിച്ചെടുത്തിട്ടുണ്ട്. പ്രേക്ഷകരെ, നിങ്ങൾക്കല്ല എൻ്റെ കുണുവാവക്ക. മീൻ കറി വെച്ചത് നോക്കട്ടെ. ചൂടുള്ള ചായ വല്ലാതെ മിസ് ചെയ്യുന്നു. നല്ല ടേസ്റ്റ് കേട്ടോ. ചോറ് എന്ന് പറയുന്നത് മലയാളികളുടെ വികാരം തന്നെയാണ്. എത്ര ദിവസം നമ്മൾ ചോറുന്നാണ്ട് നിൽക്കും, ചോറ് കിട്ടാതെ ശരിയാവില്ലല്ലോ. എനിക്ക് ദിവസം ഒരു നേരം ചോറ് നിർബന്ധം കേട്ടോ. ആദ്യമൊക്കെ മീനിൻ്റെ വാല് കഴിക്കായിരുന്നു കുഞ്ഞില്, ഇപ്പം ഇഷ്ടമല്ല. അപ്പം ചോദിക്കും മീൻ കൂട്ടാലോ, മീനിൻ്റെ വാലിനോടാണ് ഉറപ്പ്. കാര്യമായിട്ടാ പറഞ്ഞത്. പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഈ മീനിൻ്റെ വാല് കറുമുറു എന്ന് ചെല്ലിച്ച് തിന്നു കഴിഞ്ഞു. എനിക്കും ഇഷ്ടമല്ല. അപ്പം ഗൈസ്, ഞാനത് ഫുള്ള് ഒന്ന് തിന്നായിട്ട് ഒരു ചായ ഇട്ട് കുടിക്കണം. എൻ്റെ ക്യാമറമാൻ വിചാരിച്ചാലേ നടക്കുള്ളൂ. അപ്പം എൻ്റെ ഒരു ഡേ വിശേഷം ഇത്ര തന്നെയാണ്. ഓക്കെ, ടാറ്റാ.